ഗൈസ്, വെൽക്കം ടു ചായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുർത്തിയുടെ ഒരു സൈസ് ചാർട്ടാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരുപാട് സൈസ് ചാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിക്വസ്റ്റ് വരുന്നതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ടിരിക്കുന്നവരാണെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സൈസ് ചാർട്ടും കൂടെ അതിൻ്റെ കൂടെ എഴുതാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ സൈസ് എടുത്തിട്ടുള്ളത് സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, XXL ഇത്രയും സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഈ സൈസ് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. കാരണം നമ്മൾ സൈസ് ചാർട്ട് നോക്കിയിട്ടാണല്ലോ വാങ്ങിക്കുന്നത്. അല്ലാത്ത വീട്ടമ്മമാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈസ് ചാർട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ അളവുകൾ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയി റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഈ സൈസ് വെച്ചിട്ടായിരിക്കും അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് വാങ്ങിക്കുന്നവർക്ക് അതനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ ഷേപ്പ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലീവൊക്കെ ആണെങ്കിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ മതിയാകും. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഒരു 1.25 തുണിയെടുത്ത് ഒരു 3/4 സ്ലീവും കൂടെ ഉൾപ്പെടെയുള്ള ഒരു ചുരിദാർ ടോപ്പാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1.25 തുണി, ഒരു ലെഗിൻസിൻ്റെയൊക്കെ ടോപ്പിനാണെങ്കിലും അത്രയും മതി. 1.25 തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് തയ്ച്ച് നിങ്ങൾ നല്ല രീതിയിൽ തയ്ക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തായാലും വാങ്ങിക്കും. പിന്നെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സൊക്കെയാണ് കൂടുതലും വരുന്നത്. നിങ്ങളൊരു ലൈനിങ്ങും കൂടെ 50 രൂപയുടെ തുണിയെടുത്ത് മൊത്തം ഒരു 250 രൂപയിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പുറത്ത് കൊടുക്കുമ്പോൾ കടയിൽ 500-നോ 600-നോ, കടയിലൊക്കെ എന്തായാലും നല്ലൊരു ടോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 700 ആയിരിക്കും സ്റ്റാർട്ടിങ് പ്രൈസ് വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലേ തന്നെ നിങ്ങൾ ഒരുപാട് എമൗണ്ട് കൂട്ടി വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കഴിവ് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അതിന് കുറച്ച് എമൗണ്ടൊക്കെ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 250 രൂപ നിങ്ങൾക്ക് ഫുള്ള് അത്രയും ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവണം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നിങ്ങളുടെ കുറച്ച് സമയവും കൂടെ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഒരു 200 രൂപയെങ്കിലും ഒരു ഡ്രസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഈ ഒരു സൈസ് നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ സ്മോൾ സൈസിൽ ചെയ്യാം, മീഡിയം ചെയ്യാം, ലാർജ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ ആം ഹോളും ഷോൾഡറിനൊക്കെ ഞാൻ ഒരുപാട് ഇക്വേഷൻസ് ഇട്ടിട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. അത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ വലിയ ബൾക്കി ഓർഡേഴ്സ് ഒന്നും എടുക്കാതിരിക്കുക. അതായത് ഒരുപാടൊന്നും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് എത്തുക. അത്യാവശ്യം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളിൽ വന്ന് തന്നെ വാങ്ങിക്കോളും. നിങ്ങൾ നന്നായിട്ട് തയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നല്ല നല്ല ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിക്കയറാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും നല്ല ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിവും കൂടെ ഇതിൻ്റെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നല്ലൊരു വരുമാനം ഇതിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ 5-6 വർഷമായിട്ട് വെറുതെ ഇരിക്കുന്ന മടിച്ചുകളെയൊക്കെ നമുക്കറിയാം. നമുക്ക് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റയിലൊക്കെ വരാറുണ്ട്. വീഡിയോസൊക്കെ കണ്ട് തയ്ക്കാനൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏണിങ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഈ സൈസ് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ എല്ലാവർക്കും ചിലപ്പോൾ കറക്റ്റ് ഇതേ സൈസ് ആവണമെന്നില്ല. ചിലപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് ഹിപ്പിനൊക്കെ ഈ ഒരു അളവ് അവർക്ക് അത്രയും വേണ്ടി വരുമായിരിക്കും. അല്ലാത്ത കല്യാണമൊന്നും കഴിക്കാത്തവരാണ്. അപ്പോൾ അത്യാവശ്യം ഹിപ്പിൻ്റെ അവിടെയൊന്നും ഒരുപാട് വണ്ണം ഉണ്ടാവണം എന്നില്ല ഡെലിവറിക്കൊക്കെ മുന്നേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഷേപ്പ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. അവർ വീട്ടിൽ വന്നൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ. നമ്മൾ ചെയ്യാത്തതും കാണാത്തതും കണ്ടതും നടിക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ചില ചേഞ്ചൊക്കെ ഇതിൽ വരും. കാരണം ഈ XL എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 42 ആയിരിക്കത്തില്ല ജസ്റ്റ് കാണിക്കുന്നത്. മനസ്സിലായോ? ഹിപ്പ് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ പോർഷൻ വരുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കണ്ടെത്താൻ നോക്കുക. ഈ ഒരു സൈസ് ചാർട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.